ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നും അതുപോലെ തന്നെ ബുധനാഴ്ച നടക്കുന്ന SLC എക്സാമിന് വേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ജോസ് മാഷ് പറയുന്നത്. നമുക്ക് ജോസ് മാഷിന്റെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമസ്കാരം. ഇന്ന് സംബന്ധ കാരക് എന്ന് പറയുന്ന വിഭക്തി പ്രത്യയങ്ങളിലെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സംബന്ധ കാരകിൽ വന്ന് ബന്ധങ്ങളെ കാണിക്കുന്ന ക, കെ, കി മൂന്നെണ്ണത്തിന്റെ അർത്ഥം ഒന്നാണ്. ന്റെ, ഉടെ, ലെ. ക എന്ന് പറഞ്ഞാലും ന്റെ, കെ എന്ന് പറഞ്ഞാലും ന്റെ, കി എന്ന് പറഞ്ഞാലും ലെ. മനസ്സിലായോ? രാമന്റെ, സീതയുടെ, കണ്ടോ, പുസ്തകത്തിലെ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മൂന്നും മാറി മാറി വരുന്നു, പക്ഷെ അർത്ഥം ഒന്നായിട്ട് വരുന്നു. ഇതിനെ പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന ഒരു വാക്യമാണ് രാം ക ബേട്ട, രാമന്റെ മകൻ ക. ഇവിടെ ഞാൻ ഒരു എളുപ്പ വഴി, മക്കളുടെ മനസ്സിൽ നിന്നും മായാത്ത അല്ലെങ്കിൽ മറന്നു പോകാത്ത വിധത്തിലുള്ള എളുപ്പ വഴിയാണ് പറയുന്നത്. രാം ക ബേട്ട, രാമന്റെ മകൻ. ഇവിടെ കായുടെ ശബ്ദം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവസാനം ആ. ബേട്ടയുടെ അവസാനം ആ. ഇവിടെ നമുക്ക് തന്നില്ല എന്ന് വിചാരിക്കാം. കെ എന്ന് പറയുന്നത് ഇല്ല. ഇവിടെ ഡേഷാണ് തന്നിരിക്കുന്നത് വിചാരിക്കാം. ഡേഷാണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ പൂരാ ഗിജി എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത്. അപ്പൊ നമുക്ക് രാം ഡേഷ് ബേട്ടേ. ബേട്ട എന്ന് പറയുമ്പോൾ ബഹുവചന പുല്ലിംഗമാണ്, ഒന്നിൽ കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ടെക്നിക്ക് മനസ്സിലാക്കാം. ബേട്ടയുടെ അവസാനം ഒച്ച എന്താണ്? ഏ, ബേട്ടേ. ഇവിടെ നേരത്തെ വേണ്ടി ബേട്ട ആ വന്നപ്പോൾ ഇവിടെ കാ, സമുദ്രകാരൻ കാ തന്നെ നമ്മൾ ഇവിടെ എഴുതി കാ. രാം കാ ബേട്ട, രാമന്റെ മകൻ. ഇവിടെ രാമന്റെ ആൺമക്കൾ അല്ലെങ്കിൽ മക്കൾ എന്നുള്ള വരുമ്പോൾ ബേട്ടെ ഒച്ചയിലെ ആ പ്രത്യേകത ശ്രദ്ധിച്ചാൽ എ. അപ്പൊ അത് തന്നെ ആ എ ഉള്ള കാരകേതാണ് കെ. രാം കെ. കണ്ട. ഇനി ബേട്ടി, ഇവിടെ ഇതില്ലാന്ന് വിചാരിക്കുക. ബേട്ടി, ബേട്ടി വരുന്നത് അതിന്റെ ഒച്ച എന്താണ്? ഇ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഇയിൽ വരുന്ന കാരകേതാണ് കി. അപ്പൊ നമ്മള് എടുത്തെഴുതി കി. രാം കി ബേട്ടി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ എളുപ്പ വഴി പറഞ്ഞു, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഏകവചന പുല്ലിംഗത്തില് സംബന്ധകാര്യം നമ്മൾ കായും, ബഹുവചന പുല്ലിംഗത്തില് അല്ലെങ്കിൽ ബഹുമാന സൂചക പുല്ലിംഗം പറഞ്ഞില്ലയോ? ഈ രാം കെ ബേട്ടയ്ക്ക് പറഞ്ഞാൽ നമുക്ക് പിതാജി വന്നാലും അല്ലെങ്കിൽ ഗുരുജി വന്നാലും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? കെ തന്നെയാണ്. പറഞ്ഞില്ല? അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ബഹുവചന പുല്ലിംഗത്തിനും ബഹുമാന സൂചക ബഹുവചന പുല്ലിംഗത്തിനും കെ ഉപയോഗിക്കുന്നു. ബഹുവചന സ്ത്രീലിംഗം, ഏകവചന സ്ത്രീലിംഗം രണ്ടെണ്ണത്തിനും. ഇപ്പൊ എവിടെ ബേട്ടിയാം ആണെന്നുണ്ടെങ്കിൽ പോലും, ബേട്ടിയാം ആണെന്നുണ്ടെങ്കിലും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ കീ തന്നെയാണ്. അപ്പൊ ഏകവചന ബഹുവചന സ്ത്രീലിംഗത്തിന് നമ്മൾ കീ തന്നെ ഉപയോഗിക്കുന്നു. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി എളുപ്പവഴി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഓർക്കുക. ഇവിടെ എന്താണ്? ബേട്ട. ബേട്ടയുടെ അവസാനം ആ. അതുകൊണ്ട് തന്നെ നമ്മൾ കായൽ അവസാനിച്ച കാര്യം എഴുതി വെച്ചു. ഇനി ബേട്ടയിൽ അവസാനം എ, അതിൽ കെ. കണ്ടോ? ആ കാര്യം എടുത്തു വെച്ചു. ബേട്ടി, കീ. അപ്പൊ എളുപ്പവഴികളുണ്ട്. ഏകവചന പുല്ലിംഗത്തിന് കായ എന്ന് പറയുന്നു. ബഹുമാന സൂചക പുല്ലിംഗത്തിന് കെയും, ബഹുമാന സൂചക സ്ത്രീലിംഗത്തിന് കീയും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് വാക്യ പിരമിഡുകളെ കുറിച്ചാണ്. ഈ വാക്യ പിരമിഡ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ പല്ലവീകരണമാണ്. അതിന്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കി പോയാൽ വളരെ ഈസിയാണ്, അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. ഇവിടെ ഒരു വാക്യ പിരമിഡ് എഴുതി വെച്ച് ഇതേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹംനെ ദേഖ, ഹംനെ ഏക് വ്യക്തി കോ ദേഖ. ഞങ്ങൾ കണ്ടു, ഞങ്ങളൊരു വ്യക്തിയെ കണ്ടു, ഞങ്ങളൊരു വ്യക്തിയെ കണ്ടു. ഇതിലായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് സടക് പർ ഘായൽ. സടക് പർ എന്ന് പറഞ്ഞാൽ വഴിയിൽ, ഘായൽ എന്ന് പറഞ്ഞാൽ മുറിവേറ്റ. അപ്പൊ നമുക്ക് ഈ രണ്ട് വാക്കുകൾ കൊണ്ടാണ്, ഈ രണ്ട് ശബ്ദങ്ങൾ കൊണ്ടാണ് നമുക്കിത് പൂരിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഹംനെ ദേഖ, ഞങ്ങൾ കണ്ടു. ഹംനെ ഏക് വ്യക്തി കോ ദേഖ, ഞങ്ങളൊരു വ്യക്തിയെ കണ്ടു. ഇനി നമ്മൾ എഴുതേണ്ടത് സ്വാഭാവിക അർത്ഥത്തിന്റെ ആ ഒഴുക്കം ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങളൊരു വ്യക്തി കണ്ടു. ഞങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയെ കണ്ടു? ഞങ്ങൾ മുറിവേറ്റ വ്യക്തിയെ കണ്ടു. കേട്ടോ? അപ്പൊ നമ്മൾ എടുത്തിരുന്നു ഘായൽ. ഹംനെ ഏക് ഘായൽ വ്യക്തി കോ ദേഖ, ഞങ്ങളൊരു മുറിവേറ്റ വ്യക്തിയെ കണ്ടു. ഇനി നമ്മളോട് ചോദിക്കുന്നു, നമ്മുടെ മനസ്സിൽ ചോദിക്കും, ഞങ്ങൾ ഒരു മുറിവേറ്റ വ്യക്തി എവിടെ കണ്ടു? അപ്പോഴാണ് നമ്മൾ എഴുതേണ്ടത് എന്ത്? ഹംനെ സടക് പർ ഏക് ഘായൽ വ്യക്തി കോ ദേഖ, ഞങ്ങൾ വഴിയിൽ ഒരു മുറിവേറ്റ വ്യക്തിയെ കണ്ടു. അപ്പൊ നമ്മൾ ആ അർത്ഥം നമ്മൾ അല്പം ഒന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വാക്യം നമുക്ക് തന്നെ, രാം സ്കൂൾ ജാത്തായ്, രാമൻ സ്കൂളിൽ പോകുന്നു. അത് നമുക്കൊന്ന് പല്ലവീകരൻ എന്നും പറയാം. നമുക്ക് വാക്യപരിപാടിൻ്റെ മറ്റൊരു രൂപമാണ് പല്ലവീകരൻ, അതായത് തളർപ്പിച്ച് വളർത്തി കൊണ്ടുവരിക. രാം സ്കൂൾ ജാത്തായ, രാമൻ സ്കൂളിൽ പോകുന്നു. നമുക്കൊന്ന് വളർത്താൻ പറ്റില്ലേ?
രാം സവേരെ സ്കൂൾ ജാത്തായേ. രാമൻ രാവിലെ സ്കൂളിൽ പോകുന്നു. ഇനി വളർത്താൻ പറ്റില്ലേ? രാം ആജ് സവേരെ സ്കൂൾ ജാത്തായേ. കണ്ടോ? രാമൻ ഇന്ന് രാവിലെ സ്കൂളിൽ പോകും. ഇനി വളർത്താൻ പറ്റില്ലേ? രാം ആജ് സവേരെ 9 ബജെ സ്കൂൾ ജാത്തായേ. രാമൻ ഇന്ന് രാവിലെ 9 മണിക്ക്. അത് നമുക്ക് വളർത്തിയോളൂ. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് മുന്നേ നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് തന്നിരുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് കുറേ വാക്കുകൾ കൂടി. അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൻ്റെ ആ ഒഴുക്ക് ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നമ്മൾക്ക് ഒരു പരീക്ഷയും, ഹിന്ദി മാത്രമല്ല ഒരു പരീക്ഷയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഇനി പറഞ്ഞു തരാനുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ഗ്രാമർ പരമായിട്ടുള്ള ചെറിയ ഒരു ടിപ്പും കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. രാം കാം കർത്താഹെ. രാമൻ പണി ചെയ്യുന്നു. ഇവിടത്തെ ഇത് തന്നെയാണ് ഈ സംബന്ധകാരയിലെ പ്രയോഗം തന്നെയാണ് ഇവിടെ കാണുന്നത്. സംബന്ധകാരയിൽ എന്താണ് പറഞ്ഞത്? കാ കേ കി. അതുപോലെ തന്നെയാണ് ഇവിടെ രാം കാം കർത്താഹെ. ഇനി സീതയാണെങ്കിൽ എന്തായിരിക്കും അല്ലേ? ഇവിടെ താക്കി വരാം. അതിൽ ആ എന്നുള്ളത് ഈ ആയി മാറുന്നു. അപ്പൊ എന്തായി? കർത്തി ഹേ, കർത്തി ഹേ. ഇനി എന്താണെങ്കിൽ രാമോർ രാജു ബഹുവചനമായി. ഇവിടെ രാമോർ രാജുവിന് ബഹുവചന പുല്ലിംഗമാണ്. അപ്പൊ ഒന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ചെയ്ത മാതിരി തന്നെ ഏ. അപ്പൊ എന്താണ്? കർത്തേ, കർത്തേ ഹേം. കുത്ത് വേണം. എന്താ? ബഹുവചന പുല്ലിംഗത്തിന് കുത്ത് വേണം. ഹേ എന്ന് എഴുതാൻ പാടില്ല. ഹായം എന്നുള്ള ഉച്ചാരണം എഴുത്തിൽ വരുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഉച്ചാരണത്തിൽ ഹെം തന്നെ പറയുള്ളൂ. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും മനോഹരമായി പരീക്ഷ എഴുതുക. ഏറ്റവും നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ. ബൈ.